അപ്പോൾ സാധാരണക്കാർക്ക് അവർക്ക് മതവർഗീയതയില്ല, ജനങ്ങൾക്ക് നല്ല ജീവിക്കണം, സമാധാനം വേണം. അതുകൊണ്ട് LDF ഭരണമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ചില നിസ്സാര വാക്കുകൾ കയറി പിടിച്ചുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് മറ്റെല്ലാവരും ശ്രമിക്കാറുള്ളത്. വിവാദങ്ങൾ കാര്യമില്ല, വികസനമാണ് ഇവിടെ വേണ്ടത്. ജനങ്ങൾ ഒത്തൊരുമയായിട്ട് പോകണം. പ്രതീക്ഷ LDF വരണമെന്നോ? ഇവിടുത്തെ സ്ഥാനാർത്ഥി അരുൺകുമാർ നല്ല സ്ഥാനാർത്ഥിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല സ്ഥാനാർത്ഥി. LDF വന്നു കഴിഞ്ഞാൽ ഭരണം കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഇപ്പം ഭരിക്കാൻ പറ്റത്തു. കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ അടിനാശം വേണോ? എവിടെയോ ഒരാൾ മരിച്ചു കിടന്നിട്ട് ആരോരും ഇല്ലാത്തവരെ അദ്ദേഹം എടുത്തുകൊണ്ട് മസാനത്തിൽ അടക്കി രൂപയിലവാക്കി അതിന് വേണ്ടുന്ന കർമ്മമൊക്കെ കൂലിക്കാരനെ വിളിച്ചെല്ലാം ചെയ്യും. ഇതേവരെ എവിടെ ഒരു മരണമോ കാര്യങ്ങളോ കല്യാണമോ പാലുകാച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ ഓടിയെത്തും. വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരും. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുമുന്നണിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഭരണം സാധാരണക്കാർ ജനങ്ങളോടാണ് നിൽക്കുന്നത്. അപ്പോൾ സാധാരണക്കാർക്ക് അവർക്ക് മതവർഗീയതയില്ല, ജനങ്ങൾക്ക് നല്ല ജീവിക്കണം, സമാധാനം വേണം. അതുകൊണ്ട് LDF ഭരണമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അരുൺകുമാർ ഇവിടെ വിജയിക്കും. നല്ല ഭൂരിപക്ഷത്തോടെ, നല്ലൊരു ചെറുപ്പക്കാരനാണ്. തീർച്ചയായിട്ടും ഇവിടെ ഒരു സ്ഥിരതയുണ്ട്, മറ്റേ തമ്മിലടിയല്ല. അത് നയിക്കാൻ കഴിവുള്ള ഒരാൾ വേണം. അത് നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്നുണ്ട്. സാധാരണക്കാർ പിടിച്ചേർന്നൊരു ഭരണമാണ്. സാധാരണക്കാരുടെ ഈ ഗവൺമെൻറ്റിനോടാണ്. അവിടെ മതജാതിയല്ല. അവൻ്റെ വിശപ്പ് മാറ്റണം, നല്ല റോഡുകൾ, സ്കൂളുകൾ, വികസനം, പഠിക്കാനുള്ള അവസരങ്ങൾ, സാധാരണക്കാരെ പിള്ളേർക്ക് വളർന്നു വരേണ്ട അവസരമുണ്ട്, മികച്ച ഒരു നിലവാരം പുലർത്തുന്നുണ്ട്. അപ്പോൾ അതാണ് ജനങ്ങൾക്ക് ആവശ്യം. തീർച്ചയായിട്ടും നല്ല നിലവാരമാണ്. മറ്റൊരു ഉള്ള കാര്യങ്ങൾ ചില നിസ്സാര വാക്കുകൾ കയറി പിടിച്ചുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് മറ്റെല്ലാവരും ശ്രമിക്കാറുള്ളത്. വിവാദങ്ങൾ കാര്യമില്ല, വികസനമാണ് ഇവിടെ വേണ്ടത്. ജനങ്ങൾ ഒത്തൊരുമയായിട്ട് പോകണം. അതാണ് കേരളം മറ്റ് എല്ലാ സ്റ്റേറ്റിൽ നിന്നും വ്യത്യസ്തമായി നിലനിൽക്കുന്നത്. അത് ഇനിയും തുടരണം. പ്രതീക്ഷ LDF വരണമെന്നോ? ഓരോരുത്തർക്കും പല അഭിപ്രായങ്ങളല്ലേ. എന്നാലും എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞ LDF ഭരണത്തിൽ വരണമെന്ന്. നല്ല ഭരണം 10 വർഷം കൊണ്ട് അവർ കാഴ്ചവെക്കുന്നു. വേറെ ആര് വന്നാലും ഇതുപോലൊന്നും പറ്റത്തില്ല. അവരെല്ലാം തമ്മിൽ തല്ലുമല്ലേ. കോൺഗ്രസിലും BJPയിലും എല്ലാം പ്രശ്നങ്ങളല്ലേ. എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പലർക്കും പല നിലപാടാണ്. ഇവിടുത്തെ സ്ഥാനാർത്ഥി അരുൺകുമാർ നല്ല സ്ഥാനാർത്ഥിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല സ്ഥാനാർത്ഥിയാണ്. ഇതേവരെ എവിടെ ഒരു മരണമോ കാര്യങ്ങളോ കല്യാണമോ പാലുകാച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ ഓടിയെത്തും. എല്ലാ കാര്യത്തിനും സഹകരിക്കും. എൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇടതുപക്ഷ അനുഭാവിയാണ്. LDF വന്നു കഴിഞ്ഞാൽ ഭരണം കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഇപ്പം ഭരിക്കാൻ പറ്റത്തു. കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ അടിനാശം വേണോ? മാവേലിക്കര മണ്ഡലത്തിൽ നല്ല വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിനെക്കാട്ടിലും കൂടുതലും മെച്ചപ്പെട്ട രീതിയിൽ വികസനങ്ങളായാലും ഗ്രാമപ്രദേശങ്ങളിലും വികസനങ്ങൾ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സ്നേഹമായിരുന്നു അയാളോട്, അത്ര എനിക്കറിയാം. പിന്നെ അയാളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം അയാൾ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളൊന്നിനും പോയിട്ടില്ലെങ്കിലും എൻ്റെ സ്വന്തം പാർട്ടിയാണ്. എനിക്ക് സന്തോഷമായി. ഇപ്പോഴും ജയിക്കണമെന്ന ആഗ്രഹം. എവിടെയോ ഒരാൾ മരിച്ചു കിടന്നിട്ട് ആരോരും ഇല്ലാത്തവരെ അദ്ദേഹം എടുത്തുകൊണ്ട് മസാനത്തിൽ അടക്കി രൂപയിലവാക്കി അതിന് വേണ്ടുന്ന കർമ്മമൊക്കെ കൂലിക്കാരനെ വിളിച്ചെല്ലാം ചെയ്യും. വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരും. കഴിഞ്ഞ 10 വർഷമായിട്ട് നല്ല വികസനങ്ങളാണ് ഈ നാട്ടിലെല്ലാ പ്രദേശങ്ങളിലും. ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറയാൻ കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറുപടി മൂന്നാമതും LDF അധികാരത്തിൽ വരും. തീർച്ചയായിട്ടും മൂന്നാമത് പിണറായി സഖാവ് അധികാരത്തിൽ വരും. അരുൺകുമാർ സാർ നല്ല പ്രവർത്തനം, അത് കുഴപ്പമൊന്നുമില്ല. അയാൾ ഉദ്യോഗ തോക്കണം എനിക്കൊരു ആഗ്രഹമില്ല ഒരിക്കലും. എന്ന് വെച്ചാൽ കാര്യം അയാൾ നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. നമുക്ക് പാർട്ടി എന്ന് പറഞ്ഞ സ്ഥാനം ഇല്ല. എന്ന് വെച്ചാൽ എന്താ അറിയാം, നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അരുൺകുമാർ കുഴപ്പമില്ല.